എന്താ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്? മന്തി. എന്താ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്? ചോപ്സി. ഓ, ചിക്കൻ ചോപ്സിയാ? അമേരിക്കൻ അമേരിക്കൻ ചോപ്സി. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഏതെങ്കിലും പാട്ട് പാടി കഴിഞ്ഞിട്ട് മറ്റേ അച്ഛനമ്മയും വാ നമുക്ക് ചോപ്സി കഴിക്കാം അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടോ? അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. പക്ഷെ എന്റെ മെന്റർ പറഞ്ഞതുണ്ട് അടുത്ത ഷെഡ്യൂളും ഗോൾഡൻ സ്റ്റാർ വാങ്ങിയാൽ ചോപ്പ് സെക്ഷൻ ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഉണ്ടാവും. എന്നാലും മന്തി കഴിച്ചേക്കാം അങ്ങനെ തോന്നിയ ദിവസങ്ങളുണ്ടോ? എനിക്ക് മിക്കപ്പോഴും മന്തി കഴിക്കാൻ തോന്നാറുണ്ട്. ഞാനിവിടെ ഗ്രൂമിങ്ങിന് വരുമ്പം ഇടയ്ക്ക് പോയി വൈകിട്ട് കഴിക്കും മന്തി. ഓർഡർ ചെയ്യും. പിന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് വൈകിട്ട് പോകും. ഷൂട്ട് നേരത്തെ കഴിയുവാണെങ്കിൽ നേരത്തെ പോകും. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് പ്രഷർ വരുമ്പോഴാണോ കഴിക്കുക, സന്തോഷം വരുമ്പോഴാണോ നല്ല ഭക്ഷണം കഴിക്കാം? അങ്ങനൊന്നുമില്ല. കഴിച്ചാൽ കൊള്ളാന്ന് തോന്നുമ്പോ. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ ഈ ചിരിക്കുന്ന പാട്ടുകളുടെ സമയത്ത് ഭയങ്കരമായിട്ട് ട്രെൻഡ് ആയതാണ് പാട്ടിന്റെ ഇടയില് ചിരി. അത് എന്നിട്ട് ബോധപൂർവ്വം ഇനി ചിരിക്കുന്ന കൈൻഡ് ഓഫ് പാട്ടുകൾ വേണ്ടെന്ന് തീരുമാനിച്ചത് അത് സ്വയം തോന്നിയതാ? ഇനി അങ്ങനെ ചിരിക്കുന്ന പാട്ടുകൾ റെപ്പിറ്റേഷൻ ആയി ചെയ്യണം, അതോ മെന്റർമാരുടെ സൈഡിലത്തെ സജഷൻ ആയിരുന്നു? അങ്ങനല്ല, എനിക്ക് കുറെ പാട്ട് അടുപ്പിച്ച് ചെയ്തുവല്ലോ. അപ്പൊ ഞാൻ വെച്ചു നീ മെന്റേഴ്സും പറഞ്ഞു എന്നാ പിന്നെ വേണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ആ സമയത്ത് ചിരിക്കുന്ന പാട്ടുകളുടെ ഒരു അംബാസഡർ ആയിട്ട് ഇദ്ദേഹം മാറിയിരുന്നു. ഈ ശ്വാസമേരത്തെ ചിരി അല്ലെങ്കിൽ മറ്റു പാട്ടുകളിലെ ചിരി, ഈ ചിരിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്രാക്ടീസോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡയറക്ഷനോ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ശ്വാസമേക്ക് ഞാൻ കുറെ കഷ്ടപ്പെട്ടു ചിരി പഠിക്കാൻ. കാരണം അത് ഒരു പ്രത്യേക തരം ഒരു ചിരിയാണ്. പക്ഷെ ഞാൻ സ്റ്റേജിൽ പാടിയപ്പോൾ ആ ചിരിയല്ല വന്നത്. പക്ഷെ ഞാൻ ചിരി വർക്ക്ഔട്ട് ആയി. അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ചിരി എനിക്ക് കിട്ടുന്നില്ല. ആ ചിരിയും ഒറിജിനൽ ആയിട്ടുള്ള കൃഷ്ണശ്രീയുടെ ചിരിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പാട്ട് പാടുമ്പോഴുള്ള ഇടയിലുള്ള ചിരിയും കൃഷ്ണശ്രീയുടെ ചിരിയും തമ്മിൽ ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. അത് ഞാൻ ഉണ്ടാക്കി ചിരിക്കും. പാട്ട് പാടുമ്പോ ഉണ്ടാക്കി ചിരിച്ചാ നോക്കട്ടെ. അയ്യോ എന്നാ ശ്വാസം പാടും, അപ്പൊ ആ ചിരി കിട്ടൂലോ. നോക്കട്ടെ. ശ്വാസമേ ശ്വാസമേ എന്ന് சொல்லி എന്നെ ചൊല്ല കാതലെന്നും തള്ള. ഇതിപ്പോ ആ പാട്ടിലുള്ള ചിരി പോലെയല്ല. എത്ര നേരം പ്രാക്ടീസ് ചെയ്യാൻ ചിരി കിട്ടാൻ വേണ്ടിട്ട്? ഈ ചിരി പ്രാക്ടീസ് ചെയ്ത പോലെയല്ല വന്നത്. അപ്പൊ പിന്നെ അത് വേസ്റ്റ് ആയല്ലോ. പ്രാക്ടീസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, ചിരിക്കേണ്ട പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഇല്ല, ചിരി അങ്ങനെ പ്രാക്ടീസ് കൊറേ നമ്മൾ ചിരിച്ചാൽ നമ്മുടെ തൊണ്ട പോകും, പിന്നെ നമുക്ക് പാടാൻ പറ്റില്ല. അപ്പൊ ഷൂട്ടിന്റെ ദിവസം ഞാൻ അധികം അങ്ങനെ വർത്താനം പറയുകയോ അങ്ങനെ ചിരിക്കൊന്നും ചെയ്യില്ല. അങ്ങനെ ഇപ്പൊ ഒരു എക്സ്പ്രഷൻ ഇടണം, ഇപ്പൊ ഒരാളെ ചിരിക്കുന്നതോ അല്ലെങ്കിൽ വേറെ കൈൻഡ് ഓഫ് ഒരു വോയിസോ അല്ലെങ്കിൽ ഒരു സൗണ്ട് എഫക്റ്റോ ഒക്കെ വേണമെങ്കിൽ അതിനു വേണ്ടിട്ട് വിധിരാജ് ഒരു പ്രത്യേകമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനെ ഒരു ശ്രമം ഉണ്ടാവാറുണ്ടോ? അങ്ങനത്തെ പാട്ടുകൾ അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാൻ മറ്റേ കേളടി നിന്നെ ആ ഒരു പാട്ട് അത് എന്നൊരു സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ അതിങ്ങനെ കുറെ ട്രൈ ചെയ്തായിരുന്നു വരാൻ വേണ്ടിട്ട്. പണ്ടത്തെ ഒരു സ്റ്റൈല് അങ്ങനെ കുറച്ച് ഇരുന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ഞാൻ നിങ്ങളുടെ ഒരു ഗെയിമിലേക്ക് കൊണ്ടുപോകണം. നിങ്ങൾ തന്നെ കളിച്ചിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഒരു വാക്ക് പറയുന്നു, അതിൽ ഏറ്റവും അധികം ആ വാക്കുമായി ബന്ധപ്പെട്ട് വരുന്ന പാട്ടുകൾ മാക്സിമം പാടാൻ വേണ്ടി ശ്രമിക്കാന്നുള്ളത്. നമുക്ക് തുടങ്ങാം. റെഡിയാണോ? വാതിൽ. വാതിൽ പഴുതിലു വാതിലിൽ ആ വാതിലിൽ വാതിൽ മെല്ലെ തുറന്നൊരു നാടിൽ വെള്ളരിപ്പാവ് പാട്ടില്ലേ? കാറ്റ്. കാറ്റേ നീ വീശരുതിപ്പോൾ കാറ്റേ കാറ്റേ നീ പോ കാറ്റിൽ ഇളം കാറ്റിൽ കാറ്റ് വന്നു കള്ളനെ പോലെ. പിന്നെ കാറ്റാടിത്തണലും. പൂവ്. പൂവേ 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 പാലപ്പൂവേ. പോയി. മഴ. മഴയേ 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 മഴ പാടും കുളിരായി മഴനില കുളിരുമായി. വാനം. വാനം വാനം പോലെ വാനമകലുന്നുവോ വാനവില്ലേ. അമ്മ. അമ്മ. അയ്യോ അമ്മ അമ്മ എന്നറിയിക്കാതെ. പിന്നെ
അമ്മേ അമ്മേ ആ അമ്മ മഴക്കാറിനു എന്റെ അമ്മേ പിന്നെ അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞോ അതോ വന്നാലും മതി അച്ഛൻ അത് പിന്നെ ഇനിയും കൊതിയോടെ വാക്ക് പറഞ്ഞോ അല്ല അത് ടഫ് അതുകൊണ്ട് ഞാൻ ശല്യപ്പെട്ട് തരാം. ആ ഓക്കെ. പിന്നെ ഇന്നലെ എന്റെ നെഞ്ചിലെ സാരല്ല പോയി. സ്നേഹം സ്നേഹത്തിൻ പൂഞ്ചാല സ്നേഹമേ ദിവ്യ അയ്യോ അത് കുഴപ്പമില്ല, അത് സാരല്ല, അത് പാട്ടായ മതി. സ്നേഹിതനെ അറിയില്ല. ഇഷ്ടം 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 ഇഷ്ടമല്ലടാ. ഓക്കെ നൈസ്. എന്നാലും ഈ ഇത്ര കുറച്ചു നേരം കൊണ്ട് ഓർത്തതിൽ ഞാൻ വീണ്ടും കൃഷ്ണശ്രീ തന്നെ വിജയിച്ചായി. ഭയങ്കര ഒരു മെമ്മറി പവർ ഉണ്ടല്ലേ. പിന്നെ ഭയങ്കര ഇദ്ദേഹത്തിന്റെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ട് ഒരു സിംഗർ എന്നുള്ള രീതിയിൽ ഒരു സ്ട്രോങ് ഏരിയ ആയിട്ട് എന്താ വിചാരിക്കുന്നത് കൃഷ്ണശ്രീ? വിധുചേട്ടന്റെ മെലഡീസ്, വിധുചേട്ടന്റെ ഏത് പാട്ട് പാടിയാലും ഒരു ഇമ്പാക്ട് ഉണ്ടാവും ആ പാട്ടിന്. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാന് ആക്ച്വലി പറയുന്നത് ഞാൻ വിധുചേട്ടന്റെ ഭയങ്കര ഫാനാ. അത് വലിയൊരു എന്താ ശരിക്കും ഇനിയിപ്പോ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം? അതായത് ഐഡിയ സ്റ്റാർ സിംഗർ വിന്നർ ആവുക എന്നുള്ളതാണോ, പ്ലേബാക്ക് സിംഗർ ആവുക എന്നുള്ളതാണോ, ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആണോ? അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ ഇത്? ഇപ്പൊ അങ്ങനെ ഒരു ഇതില്ല. ഇപ്പൊ ഞാൻ ഷോ ഫോക്കസ് ചെയ്യുന്നോണ്ട്. പിന്നെ എനിക്ക് പ്ലേ ബാക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു മേഖലയാണ് പ്ലേ ബാക്ക് സിംഗ്. പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ലൈക്ക് ഓജീസ് കുറെ ഇറക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കൂടെ ഇങ്ങനെ കൂടുന്നുണ്ട്. എന്താ ആഗ്രഹം? അത് അതിനെപ്പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ സ്റ്റാർ സിംഗർ അതിനെ കൊണ്ട് അങ്ങനെ പോട്ടെ. എന്നിട്ട് ഈ ടൈറ്റിൽ വിന്നർ ആവുക അത് വലിയ ഡ്രീം ആയിട്ട് മനസ്സിലായിരിക്കും അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഇനിയുള്ള പാട്ടുകളൊക്കെ നന്നായി പാടാൻ പറ്റും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഫിനാലിൽ കയറണം, വിന്നറാണ്, അങ്ങനത്തെ ഒന്നുമില്ല. അടിപൊളി. അപ്പൊ വലിയ അങ്ങനെ എന്താ പറയാ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ ഇതിനൊരു ആർട്ടായിട്ട് മാത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. കാരണം വേൾഡ് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളതാണ്. അവിടെ നിങ്ങളെ പോലത്തെ ആളുകൾ ഉണ്ടാവുക, ഇതിനെ ഓരോ മൊമെന്റും ഒരു ഗ്രോത്ത് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. ഫൈനലി ഒരു പാട്ട് പാടിക്കൊണ്ട് നമുക്കത് അവസാനിപ്പിക്കാം. അങ്ങനെ രണ്ടുപേരും കൂടി ഇത് പാട്ട് പാടും. പാടും ഒരു പാട്ട് കൊണ്ടുവരവേൽക്കാം നിന്നെ. പാതിചാരിയൊരു വാതിലിന്റെ അഴിയോരം നീ വിളക്കിനൊളി നീർത്തി നിൽക്കുമൊരു സന്ധ്യേ.